കൊച്ചി കലൂരിൽ പെൺകുട്ടികളെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അക്ബറിനെ സെക്സ് റാക്കറ്റുമായി ബന്ധം. അക്ബറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച പോലീസ്. കൂട്ടാളികളും ഒളിവിൽ തന്നെ. പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. ഈ പെൺകുട്ടികളെ ആക്രമിച്ച് കടന്നു കളഞ്ഞ ആളിന് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പുലർച്ചെ എന്തിനാണ് അയാൾ അവിടെ നിന്നത്, ഒപ്പം ഉണ്ടായിരുന്നവർ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലുമൊക്കെ അന്വേഷണം വേണ്ടി വരുമല്ലോ. എന്താണ് പോലീസ് പറയുന്ന കൂടുതൽ വിവരങ്ങൾ? കൊച്ചി കലൂരിൽ രണ്ട് പെൺകുട്ടികൾക്ക് നേർക്ക് അതിക്രമം ഉണ്ടായിട്ട് 24 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വെളുപ്പിനെ 5 മണിയോടുകൂടിയാണ് അതിക്രമം ഉണ്ടായത്. ഇന്നലെ തന്നെ പോലീസ് 3 പേരെ പിടികൂടിയിരുന്നു. പക്ഷേ സംഘത്തിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ബാക്കി 7 പേരെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ഒളിവിലാണ്. അതേസമയം ഇവർക്ക് ആരോ ഒളിയിടം ഒരുക്കുന്നുണ്ട് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഈ 7 പേർ എവിടെ പോയി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ കേസിലെ മുഖ്യപ്രതി ഈ ഒരു ചായക്കടയുടെ ഉടമയായ അക്ബർ എന്നയാളാണ്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിൽ നിലവിൽ പോലീസിന് വെളിവായ വസ്തുത, ഇയാൾക്ക് ചില ദുരൂഹതകൾ ഉണ്ട്. നേരത്തെ ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസ് ഉണ്ട് എന്ന് പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നഗരത്തിലെ ചില സെക്സ് റാക്കറ്റുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നും പോലീസിന് ഇതിനോടകം തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഒളിവിൽ പോയവരിൽ 2 പേർ പെൺകുട്ടികളാണ്. ഇത്തരത്തിൽ 5 പുരുഷന്മാർക്കും 2 പെൺകുട്ടികൾക്കും ഒളിയിടം ഒരുക്കിയിരിക്കുന്നത് ആരാണ് എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ 3 പ്രതികൾ പിടിയിലായതിനു ശേഷം DCP മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അക്ബറിൻ്റെ ചില ബന്ധങ്ങൾ ദുരൂഹമാണ്, ഇയാളുടെ ചില ഇടപാടുകളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്, അതേക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് എന്നായിരുന്നു. എന്തായിരുന്നാലും പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാണ്. പക്ഷേ ഈ 7 പേരെയും ഇനിയും പിടികൂടാനായിട്ടില്ല. അതേസമയം ഇന്ന് വൈകിട്ടോടുകൂടിയെങ്കിലും ഇവർ വലയിലാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പുലർത്തുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതായത് അക്ബറും ഒപ്പമുണ്ടായിരുന്നവരും എവിടെ പോയിട്ട് വരികയായിരുന്നു, ഒപ്പമുണ്ടായിരുന്ന ആ 2 പെൺകുട്ടികൾ ആരാണ്, ഇവർക്ക് അക്ബറുമായുള്ള ബന്ധം എതിരാണ്, അക്ബറിനെതിരെ നേരത്തെ കേസുകളുണ്ടോ, മറ്റ് ഏതെങ്കിലും സ്റ്റേഷനുകളിൽ കേസുകളുണ്ടോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തി വരുന്നു. അതേസമയം 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിനും അല്പം ക്ഷീണമുണ്ടാക്കുന്നുണ്ട്. 3 പ്രതികളെ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടാനായെങ്കിലും ബാക്കി 7 പേരെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഇവരെ പിടികൂടുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ശരി, വിവരങ്ങൾ നൽകിയത് പ്രദീപ് ജോസഫാണ്. നിർണായകമായ ചില വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.